മിഥിലയിലെ ചടങ്ങുകൾക്ക് ശേഷം ദശരഥ മഹാരാജാവും പുത്രന്മാരും വൻ സൈന്യത്തോടെ അയോധ്യയിലേക്ക് വേഗത്തിൽ യാത്ര തിരിച്ചു. എന്നാൽ വഴിയിൽ വെച്ച് ആകാശത്ത് ഭയമുണർത്തുന്ന പലവിധ അപശകുനങ്ങൾ, ദുർനിമിത്തങ്ങൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. ഇത് കണ്ട് പരിഭ്രാന്തനായ ദശരഥൻ കുലഗുരുവായ വസിഷ്ഠ മഹർഷിയെ വന്ദിച്ചുകൊണ്ട് ആ ദുർനിമിത്തങ്ങളുടെ കാരണമെന്തെന്ന് അന്വേഷിച്ചു. വസിഷ്ഠൻ ജ്ഞാനദൃഷ്ടിയാൽ കാര്യങ്ങൾ മനസ്സിലാക്കി ദശരഥനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു: രാജാവേ, വലിയൊരു ഭയം അല്ലെങ്കിൽ ആപത്ത് മുന്നിൽ വരുന്നുണ്ട് എന്നത് ശരിയാണ്. എന്നാൽ ഭയപ്പെടേണ്ട കാര്യമില്ല. ആ ആപത്ത് പെട്ടെന്ന് തന്നെ ഒഴിഞ്ഞു പോവുകയും എല്ലാം ശുഭമായി കലാശിക്കുകയും ചെയ്യും. അതിനാൽ മനസ്സിലെ സങ്കടം കളഞ്ഞ് ധൈര്യമായിരിക്കുക. വസിഷ്ഠൻ ഇത് പറഞ്ഞു തീരുന്ന നേരത്ത് ഭൂമി കടുപ്പത്തിൽ കുലുങ്ങാൻ തുടങ്ങി. ചുറ്റും ഇരുട്ട് പടർത്തിക്കൊണ്ട് വലിയ പൊടിപടലങ്ങൾ ഉയർന്നു. ആ കാറ്റിലും പൊടിപടലങ്ങൾക്കിടയിലും ആകാശത്ത് കരിമേഘം കണക്കി ജ്വലിക്കുന്ന തേജസ്സോടെ ഒരാൾ പ്രത്യക്ഷപ്പെട്ടു. അത് സാക്ഷാൽ ശിവന്റെ ശിഷ്യനും ഭൃഗുവംശശ്രേഷ്ഠനുമായ പരശുരാമനായിരുന്നു. തോളിൽ ഭയങ്കരമായ കോടാലിയും കയ്യിൽ വലിയൊരു വില്ലുമേന്തി ക്ഷത്രിയരോടുള്ള കോപത്താൽ ജ്വലിക്കുന്ന കണ്ണുകളോട് നിൽക്കുന്ന പരശുരാമന്റെ രൂപം കണ്ട മാത്രയിൽ സഭയിലുള്ള രാജാക്കന്മാരും സൈന്യവും ഭയന്നു വിറച്ചു. പ്രപഞ്ച അവസാനമായോ എന്ന് ഭയന്ന് പലരും പരമേശ്വര പ്രിയനായ ഭാർഗവ, ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്ന് ഭയത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പരശുരാമന്റെ ക്രോധം കണ്ട ദശരഥ മഹാരാജാവ് തന്റെ മക്കളുടെ ജീവനെ ഓർത്ത് അങ്ങേയറ്റം ഭയവിഹ്വലനായി. തന്റെ പ്രിയപുത്രനായ ശ്രീരാമനെ രക്ഷിക്കാനായി അദ്ദേഹം പരശുരാമന്റെ കാൽക്കൽ വീണ് കരഞ്ഞു: അങ്ങ് ക്ഷത്രിയവംശങ്ങളെ മുഴുവൻ 21 വട്ടം ഒടുക്കി കോപം തീർത്ത മഹാനല്ലേ? എന്റെ കുട്ടികൾ ചെറിയവരാണ്. അവരുടെ വിവാഹം ഇപ്പോൾ കഴിഞ്ഞതേയുള്ളൂ. ദയവ് ചെയ്ത് എന്റെ രാമനെ ഒന്നും ചെയ്യരുത്. അവരെ വധിച്ചാൽ ഞങ്ങൾക്കാർക്കും പിന്നെ ജീവനുണ്ടാവില്ല. ഞങ്ങളുടെ വംശം നിലനിർത്താൻ ഈ കുട്ടികളെ ജീവിക്കാൻ അനുവദിക്കണമേ. ദശരഥൻ പരശുരാമന്റെ മുന്നിൽ കേണു. എന്നിട്ടും രോഷം തീരാത്ത പരശുരാമൻ ദശരഥനോടും ശ്രീരാമനോടുമായി പറഞ്ഞു: എന്റെ കയ്യിലിരിക്കുന്നത് സാധാരണ വില്ലല്ല, സാക്ഷാൽ വൈഷ്ണവ വില്ലാണ്. നീ ശരിക്കും ഒരു ക്ഷത്രിയനാണെങ്കിൽ ഈ വില്ല് വാങ്ങി ഇതിൽ അമ്പ് തൊടുക്കുക. അങ്ങനെ ചെയ്താൽ ഞാൻ നിന്നോട് യുദ്ധം ചെയ്യാം. അതിന് കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളെ എല്ലാവരെയും ഞാൻ കൂട്ടത്തോടെ ഇല്ലാതാക്കും. ഞാൻ ക്ഷത്രിയയുടെ അന്തകനാണെന്ന് നിനക്കറിയില്ലേ? പരശുരാമന്റെ ഈ ധിക്കാരപരമായ അട്ടഹാസം കേട്ട് ഭൂമിയും ആകാശവും പർവ്വതങ്ങളും വിറച്ചു. ഭയം കൊണ്ട് ദശരഥ മഹാരാജാവ് ബോധം കെട്ട അവസ്ഥയിലായി. എന്നാൽ പരശുരാമന്റെ അഹങ്കാരം നിറഞ്ഞ വാക്കുകൾ കേട്ടിട്ടും ഒട്ടും കുലുങ്ങാതെ മുഖത്ത് ഒരു ചെറു മന്ദഹാസത്തോടെ ശ്രീരാമൻ പറഞ്ഞു: അങ്ങ് വലിയൊരു തപസ്വിയാണ്. ഞങ്ങളോ ചെറിയ കുട്ടികൾ. അങ്ങയോട് എതിർക്കാൻ മാത്രമുള്ള ശാസ്ത്രാസ്ത്ര പാഠവുമൊന്നും ഈ ക്ഷത്രിയനായ എനിക്കില്ല. എങ്കിലും അങ്ങയുടെ കൽപ്പന അനുസരിക്കാം. ആ വില്യം കൊടുത്ത് തന്നാലും. അത്രയും പറഞ്ഞ് ലളിതമായി ചിരിച്ചുകൊണ്ട് ശ്രീരാമൻ പരശുരാമന്റെ കയ്യിൽ നിന്നും ആ വൈഷ്ണവ വില്ല് വാങ്ങി. നിഷ്പ്രയാസം അതിൽ ഞാൻ കെട്ടി അമ്പ് തൊടുത്തു. ആ സമയത്ത് 14 ലോകങ്ങളെയും വിഴുങ്ങുന്ന തരത്തിലുള്ള ഒരു ദിവ്യ തേജസ് ശ്രീരാമനിൽ നിന്ന് പുറപ്പെട്ടു. അത് കണ്ട് അവിടെയുണ്ടായിരുന്നവരുടെ എല്ലാം കണ്ണുകൾ അഞ്ചി. തൊടുത്ത അമ്പ് ലക്ഷ്യമില്ലാതെ പിൻവലിക്കാൻ കഴിയില്ല എന്നതിനാൽ അമ്പ് എങ്ങോട്ട് ചെയ്യണം എന്ന് ശ്രീരാമൻ ചോദിച്ചപ്പോൾ പരശുരാമൻ ഭക്തിയോടെ കൈകൾ കൂപ്പി നിന്നു. തന്റെ മുന്നിൽ നിൽക്കുന്നത് വെറുമൊരു രാജകുമാരനല്ലെന്നും സാക്ഷാൽ മഹാവിഷ്ണുവാണെന്നും പരശുരാമൻ തിരിച്ചറിഞ്ഞു. അതോടെ അദ്ദേഹത്തിന്റെ അഹങ്കാരമെല്ലാം പാടെ തകർന്നു. തന്റെ തപശക്തി കൊണ്ട് നേടിയ പുണ്യലോകങ്ങളെ ഈ അമ്പിന് ഇരയാക്കിക്കൊള്ളാൻ പരശുരാമൻ അപേക്ഷിച്ചു. തുടർന്ന് ഭക്തി നിർഭരമായി അദ്ദേഹം ശ്രീരാമനെ സ്തുതിക്കാൻ തുടങ്ങി. രാമ, മഹാബാഹു, ജാനകിപദേ, അങ്ങ് സീതയ്ക്ക് ആനന്ദം നൽകുന്ന അമൃതക്കടലാണ്. പ്രപഞ്ചത്തിന്റെ സൃഷ്ടി, സ്ഥിതി, സംഹാരങ്ങൾക്ക് കാരണഭൂതരാണ്. ഞാൻ അങ്ങയെ തിരിച്ചറിയാതെ അഹങ്കരിച്ചു പോയി. അങ്ങയെ ദർശിക്കാൻ കഴിഞ്ഞ ഈ പുണ്യനിമിഷത്തിൽ എന്റെ സർവ്വപാപങ്ങളും ഒടുങ്ങിയിരിക്കുന്നു. തുടർന്ന് പരശുരാമൻ ശ്രീരാമനോട് തന്റെ ഭൂതകാലത്തെക്കുറിച്ച് പറയുന്നു. താൻ പണ്ട് പിതൃഹന്താവായ കാർത്തിവീരാർജുനനെയും മറ്റു ദുഷ്ടന്മാരായ ക്ഷത്രിയരെയും നിഗ്രഹിച്ചതൊന്നും സ്വന്തം ശക്തി കൊണ്ടല്ലെന്നും മറിച്ച് അങ്ങയുടെ തന്നെ വൈഷ്ണവ തേജസ് തന്നിൽ വിളങ്ങി നിന്നതുകൊണ്ടാണെന്നും ഇപ്പോൾ സാക്ഷാൽ നാരായണനായി അങ്ങ് തന്നെ രാമനായി അവതരിച്ച് മുന്നിൽ നിൽക്കുമ്പോൾ തന്നിലുണ്ടായിരുന്ന വൈഷ്ണവ തേജസ് മുഴുവൻ അങ്ങയിലേക്ക് തന്നെ തിരിച്ചെത്തിയിരിക്കുന്നുവെന്നും ക്ഷമാപണം നടത്തുന്നു. ഭഗവാനെ നേരിട്ട് കാണാൻ കഴിഞ്ഞതോടെ തന്റെ ജന്മം സഫലമായെന്നും തന്റെ ഉള്ളിലെ അഹങ്കാരമെല്ലാം മുടങ്ങിയെന്നും പരശുരാമൻ ഏറ്റുപറയുന്നു. ഭക്തി നിർഭരമായ സ്തുതികൾക്ക് ശേഷം പരശുരാമൻ ശ്രീരാമനെ സാഷ്ടാംഗം പ്രണമിച്ചു. അതിനുശേഷം ദശരഥ മഹാരാജാവിനോടും യാത്ര ചോദിച്ചു.
ശിഷ്ടകാലം തപസ് ചെയ്യാനായി അദ്ദേഹം മഹേന്ദ്രശാലം എന്ന പുണ്യഭൂമിയിലേക്ക് യാത്രയായി. പരശുരാമൻ ഒഴിഞ്ഞുപോയതോടെ അന്തരീക്ഷം ശാന്തമാവുകയും ആകാശത്തിൽ നിന്ന് ദേവന്മാർ പുഷ്പവൃഷ്ടി നടത്തുകയും ചെയ്തു. യമനെ പോലെ മുന്നിൽ നിന്ന് പരശുരാമൻ ശാന്തനായി മടങ്ങിപ്പോയത് കണ്ട് ദശരഥ മഹാരാജാവിന് പുനർജന്മം കിട്ടിയതുപോലെ തോന്നി. അദ്ദേഹം സന്തോഷം കൊണ്ട് വിറച്ചു. കണ്ണുകളിൽ നിന്നും ആനന്ദബാഷ്പം ഒഴുക്കിയും തന്റെ പ്രിയപുത്രനായ രാമനെ മാറോട് ചേർത്ത് പിടിച്ച് പുണർന്നു. ഭയമെല്ലാം മാറി അതീവ സന്തോഷത്തോടെ ദശരഥനും സൈന്യവും യാത്ര തുടർന്നു. അധികം വൈകാതെ അവർ അയോധ്യ നഗരത്തിൽ എത്തിച്ചേർന്നു. പുതിയ വധൂവരന്മാരെ സ്വീകരിക്കാൻ അയോധ്യ നഗരം മുഴുവൻ തോരണങ്ങളും മംഗളവാദ്യങ്ങളുമായി ഒരുങ്ങി നിൽക്കുകയായിരുന്നു. ജനങ്ങളുടെ ആഹ്ലാദ പ്രകടനങ്ങൾക്കും ആഘോഷങ്ങൾക്കും ഇടയിലൂടെ അവർ കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചു. രാമായണത്തിലെ ബാലകാണ്ഡം എന്ന അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.